+2 കഴിഞ്ഞ് ഇത് കട്ട് ചെയ്യണേ. നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +2 കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കരമാണ് എപ്പോഴും. അത് എനിക്ക് തോന്നുന്നു ലോകം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ പല രീതി കൺഫ്യൂഷനാണ്. ആരോട് ചോദിക്കും? നമുക്കൊരു ഇഷ്ടം, അധ്യാപകർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, കൂട്ടുകാർ കുറച്ച് കാര്യം പറഞ്ഞു തരുന്നു, രക്ഷാർത്ഥകൾ അച്ഛൻ്റെ അഭിപ്രായം വേറെ, അമ്മയുടെ അഭിപ്രായം വേറെ, ബന്ധുക്കളുടെ അഭിപ്രായം വേറെ. പിന്നെ നമ്മൾ നോക്കണ്ട, നാട്ടുകാരുടെ അഭിപ്രായം വേറെ, അതും നമ്മൾ നോക്കണ്ട. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ കോഴ്സുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ എല്ലാ രീതിയിലുമുള്ള ഒരു ലോകത്താണ് ഇപ്പം നമ്മളുള്ളത്. മെറ്റായും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും എന്താണ് ഏറ്റവും മികച്ച ജോലി സാധ്യത. പക്ഷെ ഇതൊന്നുമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. അന്നേരം ഒരു കോഴ്സിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയാണ്. അത് പഠിച്ചിട്ട് ജോലി ഇല്ലാതിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ കുഴിമടിയന്മാരായിരിക്കും, ജോലിക്ക് പോകണ്ട എന്ന് ഉറപ്പിച്ചവരായിരിക്കണം. കാരണം ഇന്ന് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖല ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് എല്ലാ സർക്കാരും. അത് കേരള സർക്കാരായിക്കോട്ടെ, നമ്മുടെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ, ലോകം മൊത്തവും. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ലോകമുള്ളിടത്തോളം കാലം ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹോസ്പിറ്റൽസ് സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് കാണും, നേഴ്സസ് കാണും. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ 10 ഡോക്ടർമാരുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണെങ്കിൽ 10 ഡോക്ടർമാരുണ്ടെങ്കിൽ 100 നേഴ്സുമാർ കാണും. അന്നേരം നേഴ്സസ് എന്ന് പറഞ്ഞാൽ 10 ഡോക്ടേഴ്സിൻ്റെ 10 ഇരട്ടിയാണ്, ഇൻറ്റു 10x. അത്രമാത്രം ഇരട്ടിയുണ്ട് ജോലി സാധ്യത. ചില ബ്രഹ്മാണ്ഡമായ ഹോസ്പിറ്റലിൽ 1000 നേഴ്സും 500 നേഴ്സും 600 നേഴ്സും ഒക്കെ ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഈ നേഴ്സിംഗ് എന്ന് പറയുന്നതാണ് ലോകത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനു വേണ്ടി നടക്കുക ഒന്നും ചെയ്യേണ്ട, ഉറപ്പ് 100% ദൈവികമായ ഡിവൈനായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ഉണ്ട്. പക്ഷേ ഞാൻ ജോലി സാധ്യത എല്ലാവർക്കും കിട്ടുന്നത്, ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും പറയുന്നത് നേഴ്സിംഗിൽ തന്നെയാണ് ഫസ്റ്റ്. ഒരു കാലത്ത് ഇതിനെ പുച്ഛമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ച് പോവുകയാണ്. രണ്ടുപേർക്കും, ഇപ്പം പുരുഷന്മാർക്കായാലും പെൺകുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും നേഴ്സിങ്ങിന് പഠിക്കാൻ പോകാം. നല്ല, ഞാൻ പറയില്ലേ, ദൈവികമായൊരു പ്രൊഫഷൻ. പിന്നെ നമ്മുടെ എല്ലാത്തിലും നമ്മുടെ പാഷൻ വേണം. ഇപ്പം സാറിങ്ങനെ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു നേഴ്സിംഗ് വേണം, നിങ്ങളുടെ ഇഷ്ടത്തോടെ വേണം. കാരണം നിങ്ങൾ ഈ പ്രൊഫഷൻ കൊണ്ട് ചിലപ്പം 10, 30, 40 കൊല്ലം നിൽക്കേണ്ടതാണ്. നിങ്ങളത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക്, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊരു ജോലിക്ക് നമുക്ക് റിവാർഡ് കിട്ടത്തുള്ളൂ. ഇഷ്ടമില്ലാതെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമില്ല. അയ്യോ ഭയങ്കര ജോലി സാധ്യതയുണ്ട്, എനിക്ക് പക്ഷേ ഇഷ്ടമല്ല, ഞാൻ ഈ ഒരു ചോര കാണുമ്പോൾ ഞാൻ താഴെ വീഴും, ബോധം കിട്ടും, താഴെ വീഴും, അങ്ങനെയുള്ളവരല്ലേ പറയുന്നത്. ഇതിനോടൊരു പാഷൻ വേണം. അച്ഛനെയും അമ്മയും സഹോദരനെയും കാണുന്ന പോലെ നമ്മൾ രോഗികളെ കാണാൻ പഠിക്കണം. അങ്ങനെയൊക്കെ ഒരു നമ്മൾക്കൊരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടും പാഷനായിട്ടും ഉള്ളവർക്ക് 100% നേഴ്സിംഗ് ഒരു കിഡിലൻ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ലോകമെമ്പാടും എവിടായാലും ജീവിക്കാം. ഏത് കുഗ്രാമത്തിലായാലും നമുക്ക് ജീവിക്കാൻ ഉള്ള ഏക ജോബ് എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാവുന്നത് നേഴ്സിംഗ് ആണ്. ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് ഓരോ തരം തിരിച്ച് ഓരോ കോഴ്സുകളും നമ്മൾ കോളേജുകളും പരിചയപ്പെടുത്തുന്ന വീഡിയോസ് വരും. പല കുട്ടികൾക്കും ഏതൊക്കെ കോളേജിൽ പഠിക്കുന്നു, ഏതൊക്കെ എൻട്രൻസ് എഴുതുന്നു, നേഴ്സിങ്ങിൻ്റെ തന്നെ നമുക്കറിയാത്ത പറ്റിക്കപ്പെടുന്ന ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. ഒരുപാട് പേര് വന്ന് പറ്റിച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഉള്ള കൃത്യമായി ഏതൊക്കെ നല്ല കോളേജിൽ, എല്ലാ കോഴ്സുകൾക്കും നല്ല കോളേജിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് വരും. ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിരിക്കും മൊത്തം നിങ്ങൾക്കത്. അന്നേരം ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ റെഡിയാക്കി വെച്ചേക്കുക. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ വരും. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.